മീൻ വാങ്ങിക്കാം എടപ്പഴിഞ്ഞ് മാർക്കറ്റിൽ പോണം. അവിടെ പോണെങ്കിൽ അവിടെ നമ്മുടെ ഒരു പയ്യനുണ്ട് സെയ്ത്, അതായത് വലതുവശത്ത് നിന്ന് നാലാമതിരിക്കും. അവൻ്റെ അടുത്ത് പറഞ്ഞാൽ നല്ല മീൻ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മീൻ തരും. എൻ്റെ കൂട്ടുകാരൻ്റെന്നല്ലേ? എടാ ഞാൻ നല്ല മീൻ മേടിച്ചോട്ടെ, അധികം പിന്നെ അവൻ പിന്നെ ഞാൻ വേറെ കേസ് ചീരത്തോട്ടത്തിൻ്റെ ഒരു ചെറിയ കാര്യം ഒന്ന് സംസാരിക്കും. എന്താ അതെ പറയട്ടെ. നമ്മളെ ഈ ചീര എല്ലാ പ്രാവശ്യവും കൊടുക്കണ മറ്റേ ആ തമിഴ്നാട്ടിലൊക്കെ കൊടുത്തു, അതൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞല്ലോ. അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ആളുണ്ട് അവിടെ കൊടുക്കാം. അതൊക്കെ പിന്നെ പറയാം, നീ വെറുതെ. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ പക്ഷെ ഒച്ചപ്പാടും പോകളൊന്നും ഉണ്ടാക്കില്ലേ. എന്താണ്? ഒന്നുമില്ല. പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു 2000 രൂപ മറിഞ്ഞാൽ കാണുമോ? അത് എടുക്കാം. ഞാൻ 2 ദിവസത്തിനകത്ത് തിരിച്ചങ്ങ് 2 ദിവസത്തിനകത്ത് തിരിച്ചു. ഇവൻ ചീരത്തോട്ടത്തിന്റെ കാര്യം പറയാനല്ലടാ വിളിച്ചേ. പിന്നെ ഇവനൊരു 2000 രൂപ തിരിമറിയുന്നത് കൊടുക്കാൻ കടം ചോദിക്കണേ. അതിനാണ് മാറ്റിയെടുത്ത് കൊണ്ടുപോയത്. എടാ കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്ക് 2000 രൂപ എന്നല്ലേ? അതിന്റെ മുമ്പ് നീ എൻ്റെ ഒരു 500 രൂപ. ഇപ്പൊ എനിക്ക് കാശ് എത്ര തരാൻ? മേടിച്ച ഏതെങ്കിലും ഒരു പൈസ നീ എനിക്ക് തന്നിണ്ടാ? എന്നിട്ട് അവന് 2000 രൂപ അത് പുറത്തും ചോദിക്കാൻ പഠിച്ചിട്ട്. നീ ഉളുപ്പില്ലല്ലേ അമ്മ? ഒരിക്കൽ ചോദിച്ചാൽ വീണ്ടും ഒരിക്കൽ നമ്മൾ കൊടുത്ത പിന്നെ വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. അതാണ് സംഭവിക്കുന്നത്. ഒരിക്കൽ കൊടുക്കാതിരിക്കണം. ഇത്രയും കാലം നീ ഇറങ്ങിപ്പോയിട്ട് നിനക്കൊരു 2000 രൂപ എടുക്കാനില്ലേടാ? നേതാവാണ് ഇത്ര നേതാവ്. നിങ്ങളിങ്ങനെ 3 പേരും കൂടെ വട്ടം പറഞ്ഞെന്ന് ഒരാളെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മാവന്റെ കയ്യിലുണ്ടോ പൈസ കൊടുക്കാൻ? ഉണ്ടോ? എണ്ണയിലുണ്ടോ കൊടുക്കാനായിട്ട്? എന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തന്നെ. രാവിലെ തൊട്ട് ക്ലീറ്റോ ചേട്ടൻ 2000 രൂപയ്ക്ക് നടക്കുക. ഓ അതാണ്. ഓ എവിടെ കൂട്ടുകാരുടെ സഹോദരൻ ആർക്കോ ഒരുത്തിന് സുഖം അടക്കണം, അവന് സഹായിക്കാൻ വേണ്ടി 2000 രൂപ ചോദിച്ചു. അത് വയ്യാത്ത സഹോദരൻ ഇതാണ്. എന്താ സുഖവന്? അങ്ങനെ പറഞ്ഞാലല്ലേ ഏട്ടൻ തരുള്ളൂ. ആദ്യം എൻ്റെ അങ്ങളോട് വല്ല അധ്വാനിച്ച് തിന്നാൻ പറ. ഒരു 5 ആളോട് 2000 രൂപ ഇറന്ന് കിട്ടിക്കഴിഞ്ഞാലേ ഒരു ദിവസം 10000 രൂപ കിട്ടും. അമ്മ അത്രക്ക് അത്യാവശ്യമുള്ളതാണല്ലേ ചോദിക്കുന്നത്. എൻ്റെ ഉണ്ടായിരുന്നെ ഞാൻ കൊടുത്തേനാ. എൻ്റെ പൈസ ഇല്ല. എൻ്റെ ആപ്പാടിരിക്കുന്ന ചേച്ചി സൂക്ഷിക്കാൻ തന്ന ചേച്ചിയുടെ ചിട്ടി പൈസയാ. അതെടുത്തിട്ട് ഞാൻ എങ്ങനെ കൊടുക്കും? തങ്കം, തങ്കം, എന്താ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കണോടി നീ? ഇങ്ങനെയാണ് നീ കാണിക്കണം. ദാഹിച്ച് വലഞ്ഞ് തൊണ്ട പൊട്ടി ഒരുത്തും ചാവാൻ വന്ന ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ നീ കൊടുക്കരുത്. നീ പൈസ പുഴുത്തി വെച്ചോ. നിന്റെ പൈസ സൂക്ഷിപ്പിക്കാതെ ഇവളാണല്ലേ വെച്ചോ. നീ ഒരു ആവശ്യത്തിന് ചോദിച്ചാൽ തരല് കേട്ടോ. നീ നിന്റെ പൈസ ഉണ്ടല്ലോ, നിന്റെ പൈസ ഓതാവാതെ പോകും. നീ സത്യമാണ്, ക്ലീറ്റോനെ പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ അവളുടെ കയ്യിൽ പൈസ കൊടുത്തത്. ആ പൈസ തരൂല, അത് എന്റെ പൈസ അല്ല. ചിട്ടി പൈസക്ക് ആള് വരുമ്പോ എനിക്കത് കൊടുക്കണം. ഞാൻ നേരെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? നീ വെച്ച് പുഴുങ്ങി തിന്നോടി. പുഴുങ്ങി തിന്നാനൊന്നും പേടിക്കേണ്ട കാര്യമല്ല. പൈസ ക്ലീറ്റസ് വിചാരിച്ച പൈസ ഇവിടെ എത്തും. നീ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളെ പാർട്ടി ഓഫീസിൽ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്. അതുള്ളിടത്തോളം ഞങ്ങൾക്ക് ഒരുത്തനെയും പേടിക്കണ്ട. ഒരുത്തന്റെ അവതാരി എനിക്ക് വേണ്ട. ഇതെന്ത് പാടാന്ന് പറയാ. എന്നെ ഏൽപ്പിച്ചേക്കണ പോലെയാണ് നീ സംസാരിക്കണ്ട. പൈസ വരും, പൈസ പോവും. നിങ്ങൾക്ക് പോവല് മാത്രമല്ല, എന്റെ പൈസ ഉണ്ടല്ലോ. നീ എല്ലാരും കൂടെ കുറച്ച് പൈസ എല്ലാരും കയ്യിലുള്ളതിന്റെ അഹങ്കാരമാണ് ഇവിടെ എല്ലാത്തിനും. നോക്കിയോ?